മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഇന്നേ ദിവസം യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഈശോനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയമുള്ള സഹോദരങ്ങളെ, കാണാതെ വിശ്വസിക്കുന്നതിൽ വലിയ കൃപയുണ്ട് എന്നുള്ളത് സംശയമില്ല. ഒരന്ധനായ മനുഷ്യൻ തന്നെ സ്വീകരിച്ച ഒരു ജീവിത പങ്കാളിയുമായി കടന്നു വന്ന് തന്റെ മകന്റെ വിവാഹത്തിന് ക്ഷണിക്കുവാനായിട്ട് വന്നതാണ്. തീർച്ചയായിട്ടും അച്ഛന് വരണം എന്ന ബോധ്യത്തോടെ അവര് ക്ഷണിച്ചിട്ട് അവർ നടന്നു നീങ്ങുകയാണ്. അറിയാതെ ചിന്തിച്ചുപോയി, ഒരിക്കൽ പോലും തന്റെ ഭാര്യയെ ആ മനുഷ്യൻ കണ്ടിട്ടില്ല. പക്ഷേ സാധാരണ നമ്മുടെ ബാഹ്യ കണ്ണുകൾ കൊണ്ട് കാണുന്നതിലപ്പുറമായി അവളെ കാണുവാനും അവളെ മനസ്സിലാക്കാനും അവളുടെ ഇടപെടലുകളിലൂടെ അവളെ തിരിച്ചറിയുവാനും ആ മകന് കഴിഞ്ഞു. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് സാധിക്കേണ്ട ഒന്ന് തന്നെയാണ്. എന്ന് ഞാൻ പറയുമ്പോൾ മറ്റൊന്നുമല്ല ഉദ്ദേശിച്ചത്, ചില കാര്യങ്ങള് മുൻപിൽ കണ്ടാൽ മാത്രം വിശ്വസിക്കുന്നവരായി നമ്മൾ മാറുന്നു. എന്നാൽ ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമെല്ലാം കരുതി എനിക്ക് വേണ്ടി ഭംഗിയാക്കുമെന്ന ബോധ്യത്തോടെ സംതൃപ്തിയോടെ ജീവിക്കുവാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമല്ലേ? അങ്ങനെ നമ്മുടെ ജീവിതത്തെ കാണണം. ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ഏതൊരുവനും തന്റെ ജീവിതത്തിൽ തന്നെക്കാളുപരി തന്റെ കാര്യത്തിൽ തൽപരനായിരിക്കുന്ന ഈശോയെ കാണുവാനും ആ ഈശോയിൽ ആശ്രയിക്കുവാനും, ഈശോ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി എന്നെക്കാളുപരിയായിട്ട് അറിഞ്ഞ് കരുതുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും കഴിയുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമാണ്. ആ വിശ്വാസത്തിന് നിറവിൽ ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.